إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് മരണം വരെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഏവരെയും തൃപ്തിപ്പെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ നമ്മുടെയൊക്കെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി കടന്നുപോയിരിക്കുകയാണ്. പൊതുവെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ദൈർഘ്യം കുറഞ്ഞതാണ്. ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ദൈർഘ്യം കുറഞ്ഞ ഈ ജീവിതത്തിൻ്റെ നിസാരതയെക്കുറിച്ചും മരണാനന്തരം നമുക്ക് അഭിമുഖീകരിക്കാനുള്ള വിശാലമായ ഒരു ജീവിതത്തിൻ്റെ, ശാശ്വതമായ ജീവിതത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും വ്യക്തമാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ ഒരു ഉദാഹരണം നമ്മോട് ഉണർത്തുകയുണ്ടായി. റസൂലുള്ള പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മനുഷ്യരെ, നിങ്ങളുടെ ഒരു വിരൽ വിശാലമായ സമുദ്രത്തിൽ കൊണ്ടുപോയി ഒന്ന് മുക്കി ഒന്ന് എടുക്കുക.
ആ സമയത്ത് ഈ വിരലിന്റെ അഗ്രഭാഗത്ത് ഏറ്റവും അറ്റത്ത് കാണുന്ന നനവാർന്ന ചെറിയ ഒരു തുള്ളി, ആ തുള്ളി മാത്രമാണ് ഐഹിക ജീവിതത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ബാക്കി പാരാവാരം പോലെ വിശാലമായി കിടക്കുന്ന, കണ്ണെത്താ ദൂരത്തോളം വ്യാപ്തിയോടുകൂടി കിടക്കുന്ന ആ സമുദ്രമുണ്ടല്ലോ, ആ സമുദ്രത്തിലെ മറ്റു ജലത്തുള്ളികളെല്ലാം, അതാണ് പാരിത്രികമായ ജീവിതത്തിന്റെ വ്യാപ്തി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. അപ്പൊ എത്രമാത്രം നിസാരമായ ഒരു കാലഘട്ടമാണ് നമുക്ക് ഈ ഭൂമിയിൽ നൽകപ്പെട്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ല എന്നർത്ഥം. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 47-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഈ രണ്ട് ലോകത്തെയും, ദുനിയാവിലെയും പരലോകത്തെയും ദൈർഘ്യത്തെ കുറിച്ച് ചെറിയ ഒരു രീതിയിൽ നമ്മോട് സംവദിക്കുന്നുണ്ട്. എവിടെ? 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 47-ാമത്തെ വചനം. അള്ളാഹു പറയാണ്, വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. മനുഷ്യരെ, ഈ ദുനിയാവിൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷങ്ങളുണ്ടല്ലോ, ആ 1000 വർഷങ്ങളുടെ വ്യാപ്തിയാണ് നാളെ പരലോകത്തെ ഒരു ദിവസത്തിനുള്ളത് എന്ന് അല്ലാഹു ജല്ല വഅല. നാളെ മഹ്ശറയിലെ ഒരു ദിവസം എന്നത്, നാളെ പരലോകത്തെ ഒരു ദിവസം എന്നത്, ഈ ദുനിയാവിൽ മനുഷ്യരായ നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 47-ാമത്തെ വചനം. അപ്പൊ സഹോദരന്മാരെ, ആ ദുനിയാവിനേക്കാൾ, ഈ ദുനിയാവിനേക്കാൾ ആ ആഖിറം എന്ന ആ ലോകം, അവിടെയുള്ള ജീവിതം അതെത്രമാത്രം വിശാലമാണ്, അതെത്രമാത്രം ദൈർഘ്യമേറിയതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഒരു ജീവിതത്തിന് വേണ്ടി പണിയെടുക്കാൻ, ആ ഒരു ജീവിതത്തിലെ വിജയം നേടിയെടുക്കാൻ, അതിനുവേണ്ട വിഭവങ്ങൾ ശേഖരിക്കാൻ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ഈ ദുനിയാവിലെ ജീവിതം, ഈ നിസാരമായ ഈ ജീവിതം, വളരെ ദൈർഘ്യത കുറഞ്ഞ ഈ ജീവിതം, ഈ ജീവിതത്തിൽ നിന്ന് ഇതാ 12 മാസങ്ങൾ ഉൾക്കൊള്ളുന്ന 365 ദിവസം അഥവാ ഒരു വർഷം നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സഹോദരന്മാരെ, കഴിഞ്ഞുപോയ ദിനങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ. സമയത്തിന്റെ വലിയ പ്രത്യേകത അതാണ്. ദുനിയാവിൽ എന്ത് തന്നെ നമുക്ക് നഷ്ടം വന്നാലും പകരം ആ നഷ്ടത്തിന് പകരം മറ്റെന്തെങ്കിലും കൊണ്ട് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാനേജ് ചെയ്യാൻ കഴിഞ്ഞേക്കും, പരിഹരിക്കാൻ കഴിഞ്ഞേക്കും കാര്യങ്ങൾ. എന്നാൽ ദിവസമായി, ആഴ്ചയായി, മാസമായി, വർഷമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന ഈ അമൂല്യമായ ഈ സമ്പത്ത്, ആ സമ്പത്ത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അകന്നു പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും ആ ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം റസൂൽ പറയുന്നത് നോക്കൂ. മാ മിൻ യൗമിൻ യൻശഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. ഇല്ല, ഒരു ദിവസവും നേരം പുലർന്നാൽ പറയാതിരിക്കുന്നില്ല. ഒരു ദിവസവും നേരം പുലരുന്നതോടെ, അതിന്റെ പ്രഭാതമാകുന്നതോടെ ഇപ്രകാരം പറയാതെ പോകുന്നില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്രകാരം?
മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഓരോ ദിവസവും പറയുമത്രേ, യാ ഇബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ് കേട്ടോ. ഇന്നലെ കണ്ട ദിവസമല്ല ഞാനിന്ന് വേറെ ഒരു പുതിയൊരു ദിവസമാണ്. വഅലാ അമലിക ഷഹീദ്, നീ ഇന്ന് എന്ത് ചെയ്താലും അതിനെല്ലാം ഞാൻ സാക്ഷിയാണ്. നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ നാളെ സാക്ഷി പറയും. തീർന്നില്ല. എന്നിട്ടൊരു ആ ദിവസം, ഓരോ ദിവസവും നമ്മോട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഈ ദിവസം ഞാൻ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇല്ല, ഖിയാമത്ത് നാൾ വരെ ഞാൻ ഇനി നിന്നിലേക്ക് തിരിച്ചു വരില്ല കേട്ടോ. അതുകൊണ്ട് ഈ ദിവസം നീ പരമാവധി മുതലാക്കിക്കോ എന്ന് പറയാതെ ഒരു ദിവസവും ഭൂമുഖത്ത് നിന്ന് കടന്നു പോകുന്നില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അപ്പൊ സഹോദരന്മാരെ, ഓരോ ദിവസങ്ങൾ, ഓരോ ആഴ്ചകൾ, ഓരോ മാസങ്ങൾ, ഓരോ വർഷങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ ആയുസ് അതിനനുസരിച്ച് കുറയുന്നു എന്നതാണ് അതുവഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് റബ്ബേ നീ എനിക്ക് നിശ്ചയിച്ചു തന്ന ചുരുങ്ങിയ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു 365 ദിവസം കൂടി കടന്നുപോയല്ലോ എന്ന, തിരിച്ചു പിടിക്കാനാവാത്ത വിധത്തിൽ അകന്നുപോയല്ലോ എന്ന ചിന്തയാണ് സഹോദരന്മാരെ നമുക്കുണ്ടാവേണ്ടത്. ഈ ഒരു തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ്, ഈ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ട മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിലെ ബീച്ചുകളിലും പബ്ബുകളിലും മറ്റു പലയിടങ്ങളിലും പോയി ഡ്രഗ്സുകൾ അടിച്ച്, അല്ലെങ്കിൽ ഡ്രഗ്സുകൾക്ക് നന്നായി ജീവിതത്തെ ആ രീതിയിൽ കൊണ്ടുപോകുന്ന മനുഷ്യന്മാർക്കിടയിൽ നിന്നുകൊണ്ട് DJ പാർട്ടികളുടെ അകമ്പടിയോടുകൂടി ആടാനും തുള്ളാനും പരപുരുഷ സമേതം ആൺപെൺ വ്യത്യാസമില്ലാതെ പുതുവത്സരാഘോഷം എന്ന പേരിൽ എല്ലാ വൃത്തികേടും ചെയ്യാനും ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ്. ഏത്? എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, റബ്ബേ എന്റെ ആയുസ്സിൽ നിന്നാണ് അത് നഷ്ടപ്പെട്ടത് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവില്ലാത്തവർക്കാണ് ഈ പറയപ്പെട്ട രൂപത്തിൽ ആർമാദിക്കാനും തുള്ളാനും ചാടാനും ഈ ഒരു രൂപത്തിലുള്ള തെമ്മാടിത്തരങ്ങളിൽ മുഴുകിച്ചേരാനും സാധ്യമാവുക. അവർ വിഡ്ഢികളാണ് എന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരിക്കലൊരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, റസൂലേ മനിൽ ഖയ്യിസ്. എന്താ ചോദ്യം? മനിൽ ഖയ്യിസ്, റസൂലേ ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ? റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഏത് സമയവും തീർന്നേക്കാവുന്ന തന്റെ ജീവിതം, ആ ജീവിതം തീരുന്നതിനിടക്ക് തന്റെ ആയുസ്സിനെ നന്നായി നാളേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യന്മാർ, നാളേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി നാളത്തെ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന മനുഷ്യന്മാർ, സമയത്തിന്റെ ആയുസ്സിന്റെ വില മനസ്സിലാക്കി അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യന്മാർ, അവരാണ് ഏറ്റവും മോണയുള്ള, ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും തലക്കകത്ത് അകക്കാമ്പുള്ള മനുഷ്യരെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ആ റസൂൽ തന്നെ ഏറ്റവും വിഡ്ഢി ആരാണ് എന്നും ശേഷം പറഞ്ഞു, വൽ ആജിസ്, ഏറ്റവും ദുർബലനായ മനുഷ്യൻ, ഏറ്റവും വിഡ്ഢിയായ മനുഷ്യൻ, മൻ അത്ബഅ നഫ്സഹു ഹവാഹ, അവന്റെ ജീവിതം അവന്റെ ഹവക്കനുസരിച്ചായിരിക്കും. അവന്റെ ആയുസ്സിന്റെ മൂല്യം അവൻ തിരിച്ചറിയില്ല. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളുടെ, ആഴ്ചകളുടെ, മാസങ്ങളുടെ, വർഷങ്ങളുടെ സമയത്തിന്റെ മൂല്യം അവൻ തിരിച്ചറിയില്ല. അവനെപ്പോഴും ആഘോഷമാണ്, എന്തിനും ആഘോഷമാണ്. ആഘോഷിച്ച് ഉല്ലസിച്ച് ആർമാദിച്ച് നടക്കുക എന്നതല്ലാതെ വേറെ ഒരു അജണ്ടയും അവന്റെ ജീവിതത്തിലില്ല. വേറൊരു അജണ്ടയും അവന്റെ ജീവിതത്തിലില്ല.
എന്താണോ അവന്റെ മനസ്സവനോട് ആഗ്രഹിക്കുന്നത്, തേടുന്നത്, അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാർ, ആയുസ്സിന്റെ വില തിരിച്ചറിയാത്ത മനുഷ്യന്മാർ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന്റെ മൂല്യം തിരിച്ചറിയാത്ത മനുഷ്യന്മാർ, അവരാണ് ആജിസീങ്ങൾ, അവരാണ് ദുർബലരായ വിഡ്ഢികളായ മനുഷ്യന്മാരെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സമയത്തിന്റെ ആയുസ്സിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് നാളേക്ക് വേണ്ട വിഭവങ്ങൾ നന്നായി ഒരുക്കുന്ന നല്ല ബുദ്ധിയുള്ള കയ്യസീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, 2025 തീർന്നു. അത് നമ്മിലേക്ക് തിരിച്ചു വരില്ല, തീർച്ച. ഇതിപ്പോ 2026 ഈ 2026 നമ്മൾ മുഴുമിപ്പിക്കുമോ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലേ? എന്തിന് 2026 എന്ന് പറയുന്നു? ഈ ഒരു ദിവസം പോലും അല്ല, ഈ ഒരു പകല് പോലും 2026 പോയിട്ട് ഈ ഒരു പകല് പോലും ഞാൻ നിങ്ങൾ മുഴുമിപ്പിക്കുമോ എന്ന് നമുക്കൊരു ഉറപ്പുമില്ല, നമുക്കറിയില്ല. അതാണ് ഖുർആൻ പറഞ്ഞതും മനുഷ്യരെ നിങ്ങൾക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ പല പ്ലാനിങ്ങിലും ആയിരിക്കും, നാളെ അവിടെ പോണം ഇവിടെ പോണം, പക്ഷേ നാളെ നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുക എന്നത് മനുഷ്യരെ നിങ്ങൾക്കറിയില്ല കേട്ടോ. തീർന്നില്ല. ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, നാളെ എവിടെ വെച്ച് ഏത് കോലത്തിലായിരിക്കും മരണപ്പെടുക എന്നുള്ളതും മനുഷ്യരെ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ആഗ്രഹിക്കാത്ത ആ മരണം, നിങ്ങൾ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു രംഗം, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഐനമാ കുൻതും തുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കൊട്ടിയടക്കപ്പെട്ട ഭദ്രമായ കോട്ടകൾക്കകത്താണ് നിങ്ങളെങ്കിലും, സമയമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ ഭൂമുഖത്ത് നിന്നും വിട പറയേണ്ടവരാണ് എന്ന് അള്ളാഹു കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, നമ്മൾ എത്ര ആളുകളുടെ മരണത്തിന് സാക്ഷികളായിട്ടുണ്ട്, അല്ലേ? എത്ര ആളുകളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് നമ്മൾ സാക്ഷികളായിട്ടുണ്ട്. അല്ലാഹുവേ, അവരിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒട്ടേറെ ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും അർഹമർ റഹീമീനായ റബ്ബേ, നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സഹോദരന്മാരെ, നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഞാൻ മരിച്ചാൽ ആർക്കാണ് നഷ്ടം എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നങ്ങോട്ട് മരിച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ജുമാ കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ മനസ്സറിഞ്ഞ് പറ്റുമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്ത് പടച്ചവന്, ഞാൻ ഇന്ന് മരിച്ചാൽ അതിന്റെ നഷ്ടം ആർക്കായിരിക്കും? ഒരു സംശയവും വേണ്ട, അതിന്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലൊക്കെ പൊതുവായി കാണുന്ന ഒരു ചിത്രമുണ്ട്. അതേ നമ്മൾ മരിച്ചാലും സംഭവിക്കുള്ളൂ, അതേ സംഭവിക്കുള്ളൂ. നമ്മളൊന്ന് വീണു, അല്ലേ, ഒന്നും വേണ്ട, വെറുതെ ഒന്ന് ഉറങ്ങാൻ കിടന്നു, എഴുന്നേൽക്കും എന്ന് പോലും ഉറപ്പില്ല. അങ്ങനെ നമ്മൾ മരണപ്പെട്ട വിവരം അറിയിക്കപ്പെട്ടു, എല്ലാവരും വന്ന് കാണുകയാണ് നമ്മൾ മരിച്ചു കിടക്കുന്ന നമ്മുടെ ബോഡിയെ. സഹോദരന്മാരെ, നമ്മുടെ മയ്യത്തിന്റെ, നമ്മുടെ വിലാപം ഓർത്ത് കരഞ്ഞ മനുഷ്യന്മാർ, സങ്കടപ്പെട്ട മനുഷ്യന്മാർ, ആ കരച്ചിലുകളൊക്കെ മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കും, ഇല്ലേ? തീരും. നമ്മൾ 6 അടി മണ്ണിൻ ചുവട്ടിലേക്ക് എടുത്തു വെക്കപ്പെട്ട് ആ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നമുക്ക് വേണ്ടി കരഞ്ഞിരുന്നവരെല്ലാം കരച്ചിൽ നിർത്തും, അവസാനിപ്പിക്കും. പിന്നെയോ,
നമ്മെ കാണാൻ വേണ്ടി വന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സുകളായി ഹബീബിങ്ങളായ ആളുകൾ. അവരൊക്കെ നമ്മെ മറമാടിക്കഴിഞ്ഞാൽ അവരൊക്കെ മടങ്ങി പിന്നീട് അവര് വട്ടം ചേർന്ന് കൂടിച്ചേർന്ന് ചായയും കാപ്പിയും എല്ലാം കുടിച്ച് നാട്ടുവർത്തമാനങ്ങളും മറ്റു സമകാലിക വർത്തമാനങ്ങളെ കുറിച്ചൊക്കെ അവര് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ മക്കളോ ദിവസങ്ങൾക്കകം നമ്മൾ മരിച്ചതിനെ തുടർന്ന് കിട്ടിയ ലീവുകളെല്ലാം അവസാനിപ്പിച്ച് അവർ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ അവരുടെ ജോലികളിലേക്ക് മടങ്ങും അല്ലേ? ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അവരുടെ മനസ്സുകളിൽ നിന്ന് നമ്മെക്കുറിച്ചുള്ള വലിയ ഓർമ്മകൾ പോലും, ചെറിയ ഓർമ്മകൾ അവശേഷിക്കും എന്നതല്ലാതെ വലിയ ഓർമ്മകൾ പോലും ക്രമേണ നഷ്ടപ്പെടും. ആരുണ്ടാവില്ല. നമ്മൾ മരിച്ചാൽ അതിൻ്റെ എല്ലാ നഷ്ടവും എനിക്കും നിങ്ങൾക്കും മാത്രമായിരിക്കും. പിന്നെ ആ ഖബറിൽ നമ്മോടൊപ്പം ഉണ്ടാവുക, നമ്മുടെ കൂട്ടിനുണ്ടാവുക, നമുക്ക് തണലായി ഉണ്ടാവുക, നമ്മൾ ഇഖ്ലാസോടെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം അമലുകൾ മാത്രമായിരിക്കും നമ്മുടെ കൂട്ടിനുണ്ടായിത്തീരുകയും ചെയ്യുക. നമ്മെ ഓരോരുത്തരെയും ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ഖബറൊന്ന് പിടിച്ച് ഇറുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറൊന്ന് നമ്മളെ പിടിച്ചൊന്ന് ഇറുക്കുമത്രേ, ഞെരുക്കിക്കളയുമത്രേ. എന്നിട്ട് ഖബർ നമ്മോട് ചോദിക്കും, അന ബൈത്തുൽ വഹദ, അന ബൈത്തുൽ ഉൽമ, അന ബൈത്തുൽ ദൂദ്, അന ബൈത്തുൽ ലീക് വമാ അഅദത്തനി. എടോ മനുഷ്യ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. അന ബൈത്തുൽ ഉൽമ, ഞാൻ ഇരുളാർന്ന ഭവനമാണ്. അന ബൈത്തുൽ ദൂദ്, ഞാൻ പുഴുക്കളരിക്കപ്പെടുന്ന വീടാണ്. അന ബൈത്തുൽ ലീക്, ഞാൻ കുടുസതയാർന്ന വീടാണ്. വമാ അഅതത്തനി, ഇവിടെ കഴിഞ്ഞുകൂടാൻ എന്താണ് നിന്റെ കയ്യിലുള്ളത്? എന്ത് കോപ്പാ നിന്റെ കയ്യിലുള്ളത്? ഖബർ ചോദിക്കൂത്രേ അല്ലേ? ഖബറിന്റെ ആ ചോദ്യത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളുടെ ഭാണ്ഡം, ആ ഭാണ്ഡത്തിന്റെ കെട്ടടിച്ച് ഇതാ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്ത അമലുകളാണെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ അമലുകളുടെ ഭാണ്ഡത്തിൽ എന്താണ് സഹോദരന്മാരെ ഇഖ്ലാസോട് കൂടി നമ്മൾ ചെയ്ത അമലുകളായി ഉള്ളത്? എന്തിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒന്നാമതായ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നു. ആ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നു എന്നതിലുപരി വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓരോരുത്തരോടുമായി ചോദിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ തൻദുറു നഫ്സുൻ മാദാ തക്സിബു ഗദാ. മനുഷ്യ, നാളേക്ക് വേണ്ടി നീ എന്താ ഒരുക്കി കൂട്ടിയത്? എന്താ സമ്പാദിച്ചുണ്ടാക്കിയത്? ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ എന്ന് മനുഷ്യനോട് ചിന്തിക്കാൻ, ആലോചിക്കാൻ അള്ളാഹു താല്പര്യപ്പെടുന്നു, അള്ളാഹു കൽപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു പോകുന്നത്, ഓരോ ആഴ്ചകളും കഴിഞ്ഞു പോകുന്നത്, ഓരോ മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ ആയുസ്സാണ് അതുവഴി നഷ്ടമാക്കുന്നത് എന്ന തിരിച്ചറിവോടെ നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കുക. ജീവിതത്തെ ഒന്നുകൂടി ഗൗരവത്തിൽ നമ്മൾ കാണുക. അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെയും മയ്യത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും ഇതാ ഈ ബോഡി, ഈ ജഡം, അത് 6 അടി മണ്ണിൽ ചരിച്ചു കിടത്തപ്പെടുമ്പോ അവിടെ നമുക്ക് പ്രയാസകരമായ യാതൊന്നുമില്ലാതെ സുഖകരമായ ഒരു സമാധാനകരമായ ഒരു ബർസഖിയായ ജീവിതം ലഭിക്കപ്പെടുന്ന ഒരു അവസ്ഥ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഉണ്ടാക്കി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ,
നമ്മുടെയൊക്കെ ഈ ജീവിതം അത് ഫലപ്പെടാൻ, അത് പാഴായി പോകാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ടൈം ടേബിളിൽ പ്രധാനമായും 4 പീരീഡുകളാണുള്ളത്. 4 പീരീഡുകൾ, 4 സമയങ്ങൾ, 4 ഭാഗങ്ങൾ. ഒരു സംശയവും വേണ്ട, ആ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആയുസ്സിനെ ക്രമപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ ജീവിതം കൊണ്ട് നമ്മൾ ധന്യമാകും. ഈ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാകും. ഈ ജീവിതം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വിശാലമായ ലോകത്തെ രക്ഷയും വിജയവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇതാണ് ആ ടൈം ടേബിൾ. ആ ടൈം ടേബിളിൽ നിശ്ചയിക്കപ്പെട്ട ആ 4 പീരീഡുകൾ, ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1, സാഅത്തുൻ മഅല്ലാഹ്, ഓരോ ദിവസവും സാഅത്തുൻ മഅല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി കുറച്ച് സമയം. നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന, നമ്മുടെ വിചാര വികാരങ്ങൾ അറിയുന്ന നമ്മുടെ റബ്ബിന് വേണ്ടി എല്ലാ ദിവസവും വലിയൊരു സമയം, വലിയൊരളവ് സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. ആ റബ്ബിനോടുള്ള കടമകൾ, ആ റബ്ബിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി, ആ റബ്ബിനോട് ദീർഘമായി നമ്മുടെ ആവശ്യങ്ങൾ കരഞ്ഞ് ചോദിക്കുന്നതിന് വേണ്ടി, ആ റബ്ബിനെ കുറിച്ചുള്ള ദിക്റുകളാൽ, ആ റബ്ബിനെ കുറിച്ചുള്ള സ്തോത്ര കീർത്തനങ്ങളാൽ മുഖരിതമാക്കിക്കൊണ്ട് ഒരു സമയം അള്ളാഹുവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം എല്ലാ ദിവസവും. 2ാമത്തെ പീരീഡ് വസാഅത്തുൻ മഅ അഹ്ലിഹി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാനുള്ള സമയമാണ്. നമ്മൾ വെറും പരലോക തൊഴിലാളികളല്ലല്ലോ. പരലോകത്തേക്ക് മാത്രം പണിയെടുക്കാൻ നിശ്ചയിക്കപ്പെട്ടവരാണോ? അല്ല. ദുനിയാവിലും നമുക്കൊരു ജീവിതമുണ്ട്. ഇവിടെ കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇണതുണകളുണ്ട്. അവരോടൊക്കെയും ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. അതൊന്നും മറക്കണ്ട. അങ്ങനെ മറക്കാൻ ഖുർആൻ പറയുന്നില്ല. ഒരു സമയം അവർക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കണം. കുടുംബത്തിന്റെ സന്തോഷത്തിന്, അവരുടെ ആഹ്ലാദത്തിന്, അവരെ നേരായ വഴിക്ക് കൊണ്ടുവരുന്നതിന്, അവരിലെ കുറവുകൾ തിരുത്തി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലെയും 2ാമത്തെ സമയം നമ്മൾ മാറ്റിവെക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. 3ാമത്തെ സമയം ഏതാ? വസാഅത്തുൻ മഅ നഫ്സിഹി, നമ്മൾ നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ അവനവന്റെ അമലല്ലാതെ നാളെ എവിടെയില്ല, കൂട്ടിനില്ല, ആരുമില്ല, അല്ലേ? ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ജുമുഅ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓതി തീർത്ത സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് വൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ, മക്കളും സമ്പത്തും ദുനിയാവിലെ എല്ലാതും അതൊക്കെ വെറും അലങ്കാരങ്ങളാണ്. ആ അലങ്കാരങ്ങളുടെ തെളിച്ചവും അതിൻ്റെ പളവളപ്പും അതിൻ്റെ മിനുപ്പുമൊക്കെ ഏത് സമയവും നിരച്ചില്ലാതായിത്തീരും. വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമലാ, നമുക്ക് നാളെ കൂട്ടിനുണ്ടാവുക നമ്മൾ നമുക്ക് വേണ്ടി ചെയ്ത, റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് ഇഖ്ലാസോടെ നമുക്ക് വേണ്ടി ചെയ്ത കർമ്മങ്ങൾ മാത്രമേ ആ ഖബറിൽ നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഓരോ ദിവസവും നമുക്ക് വേണ്ടി ഒരു സമയം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കാര്യങ്ങൾ നേരെയാക്കാൻ, നമ്മളിലെ അപാകതകൾ തിരുത്താൻ, നമ്മുടെ കാര്യങ്ങളെ പുനർവിചിന്തനം നടത്താൻ, നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ, അങ്ങനെ നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ വിജയത്തിന് വേണ്ടി ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം, അല്ലേ? 3 സമയങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തേതും അവസാനത്തേതുമായി ഓരോ ദിവസവും നമ്മൾ ചെലവഴിക്കേണ്ട ഘട്ടം വസാഅത്തുൻ മഅന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി,
നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, വിശേഷിച്ചും നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി അവരുടെ കണ്ണീരൊപ്പാൻ, അവർക്ക് നന്മകൾ ചെയ്യാൻ, അവരെ കൂടെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ 4 ഘട്ടങ്ങളാക്കി 4 മേഖലകളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഈ ജീവിതം ധന്യമാണ്, ഈ ജീവിതം വിജയമാണ്. അതിൽ ആദ്യം പറഞ്ഞ വിഷയമുണ്ടല്ലോ, അള്ളാഹുവിന് വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കുക എന്നുള്ള ആ ഒരു സമയം, അത് കൃത്യമായി ശ്രദ്ധിച്ചാൽ തന്നെ ബാക്കി 3 കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും. അങ്ങനെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാക്കുക, ആളുകൾക്കും നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും എല്ലാവർക്കും ഉപകാരമുള്ള നല്ല മനുഷ്യരായി മാറുക. ഈ തന്ന ആരോഗ്യവും ആയുസ്സും അതെന്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് അത് നഷ്ടപ്പെടുമ്പോ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആർമാദിക്കാതെ, ആഘോഷിക്കാതെ, അതെല്ലാം തൻ്റെ ജീവിതത്തിൽ താൻ നിർവഹിക്കുന്ന വലിയ അബദ്ധങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ആയുസ് നഷ്ടപ്പെട്ടതിനോർത്ത് താൻ നടത്തുന്ന പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് നല്ല ഒരു ജീവിതം നയിക്കാൻ റബ്ബ് നൽകിയ ഈ ആയുസ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സഹോദരന്മാരെയും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അർഹമർ റഹീമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും പുറത്തു തന്ന് മാപ്പാക്കി തിരുമാറാകട്ടെ. നമ്മിൽ നിന്നും നേരത്തെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മർഹമത്തും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ ഒരു സഹോദരൻ വാകയാട് സ്വദേശി, നമ്മുടെ മണ്ഡലം മുൻ സെക്രട്ടറിയൊക്കെയായി സേവനമനുഷ്ഠിച്ചിരുന്ന MT അബ്ദുറസാഖ് സാഹിബ്, അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഏതൊരവസരത്തിൽ മരണപ്പെടേണ്ടി വന്നാലും ആയുസ്സിനെ നന്നായി ഉപയോഗപ്പെടുത്തി നാളേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി നല്ല രീതിയിൽ മരിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഏതൊരു സന്ദർഭത്തിൽ മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട് അത് ഉച്ചരിച്ച് യഥാർത്ഥ മുബക്കിദീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.